ഈ പിരിക്കലും മുക്കലൊക്കെ എങ്ങനത്തെ കറക്റ്റായിട്ട് ചെയ്യണം നമ്മൾ നോക്കിയിട്ട് നടക്കണമല്ലോ. നിങ്ങൾ ഈ കാലത്തനുസരിച്ച് മാറും. നമ്മൾ പണ്ട് ഗുജറാത്ത് പണ്ട് കത്വ പണ്ട് ഉന്നാവ പണ്ട് ഇതൊക്കെ മുഖ്യ സമയത്തുള്ള ഐഡിയകളാണ് നിങ്ങൾ ഇപ്പോഴും പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പൊളിഞ്ഞോണത്. ശരിയാണല്ലേ. എന്താണെന്ന് വെച്ചാലേ ഈ കത്വ ഉന്നാവ ഗുജറാത്ത് എന്നൊക്കെ പറയുമ്പം ഇവിടെ ഉള്ള സ്ഥലമല്ലല്ലോ, ആൾക്കാരൊന്നും പിന്നെ അന്വേഷിക്കില്ലാന്ന്. ഇത് പക്ഷെ അങ്ങനെയല്ല. അതെ, അതുപോലല്ല എല്ലാരും ശ്രദ്ധിക്കും. അതല്ലേന്ന് ആ ഡിവൈഎഫ്ഐക്കാർ 25 വീട് പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും ചാടിക്കേറിയ ആവേശത്തിന് 30 പ്രഖ്യാപിച്ചല്ലേ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ തന്നെ നമ്മൾ നോക്കും, നമ്മളൊരു ആപ്പ് ഉണ്ടാക്കി, ആപ്പിന്റെ അകത്ത് വഴി പണം പിരിച്ച് ആ പണം ഇങ്ങനെ ആപ്പിൽ ഇങ്ങനെ എഴുതി കാണിച്ച് ഓടിക്കും. അപ്പൊ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു സമാധാനം. എഴുതി കാണിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ മുക്കും? അതാണ് പറയുന്നത്, ക്ഷമ വേണം, എങ്കിലേ പെർഫെക്റ്റ് ആയിട്ട് മുക്കാൻ വേണം. അതിനാണ് ആദ്യം പഠിക്കുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ എവിടെ നിന്ന് മുക്കിയെന്നല്ലേ ഞാൻ ആലോചിക്കുന്നത്. അതെങ്ങനെ മുക്കാൻ പറ്റും? മെയിനായിട്ട് ആദ്യം നമ്മൾ നല്ല വില കുറഞ്ഞൊരു തോട്ടഭൂമി കണ്ടെത്തുന്നു, ഒരു 30,000 രൂപ വിലയൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മൾ അത് വാങ്ങുന്നതിന്റെ കണക്ക് ഒരു 1,14,000 രൂപയ്ക്ക് വെക്കും. അപ്പൊ ഏതാണ്ട് ഒരു 80,000 രൂപയുടെ വ്യത്യാസം വരും. അപ്പൊ ഒരു സെന്റിന് 80,000 രൂപ, ഒരു ഏക്കർ ആകുമ്പോൾ 80 ലക്ഷം രൂപ. അങ്ങനെ ഞങ്ങൾ 11 ഏക്കർ ഭൂമി വാങ്ങി. അപ്പൊ 11 × 80 ലക്ഷം എത്രയായി? 8 കോടി രൂപ മുങ്ങിയ. പക്ഷേ തോട്ടഭൂമിക്ക് വീട് വയ്ക്കാൻ പറ്റുമല്ലോ. അതിനാര് വീട് വയ്ക്കും? ഇത് തോട്ടഭൂമിയാണെന്ന് നമുക്കല്ലേ അറിയാവൂ. വീട് വയ്ക്കാതിരുന്നാൽ നമുക്ക് പിണറായിന്റെ തലയിൽ വെക്കാം. അത് കൊള്ളാല്ല. ഇതാവുമ്പോ കുഴപ്പമില്ല. വീട് വെച്ചില്ലെങ്കിൽ വീട് വെക്കാത്തതിന്റെ കുഴപ്പം പിണറായിന്റെ തലയിലും തുട്ട് നമ്മുടെ കയ്യിലും. ഇതൊക്കെ ആര് തലയിൽ വരുന്നത്? കില്ലാടികൾ തന്നെ. കൊള്ളാം. എങ്ങനെ മുക്കണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ടീമിനെ തന്നെ വെച്ചിട്ടുണ്ട്.